നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കാരുണ്യത്തിൻ്റെ സ്നേഹഹസ്തവുമായി ശമരിയൻ ഇന്ന് കടന്നു ചെല്ലുന്നത് ആലങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ ഒളനാട് 17-ാം വാർഡിൽ താമസിക്കുന്ന കോഴിത്തറ വീട്ടിൽ ഫിലോ കുഞ്ഞച്ചൻ്റെ ഭവനത്തിലേക്കാണ്. എൻ്റെ പേര് വിൻസെൻ്റ് കാരിക്കശ്ശേരി. ഞാൻ ആലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ ഒളനാട് 17-ാം വാർഡിലെ മെമ്പറാണ്. എൻ്റെ വാർഡിൽ ഉൾപ്പെടുന്ന ഒരു കുടുംബാംഗമാണ് ഈ ഫിലോ. കോഴിത്തറ ഫിലോ എന്നാണ് പേര്. ഹസ്ബൻഡ് നേരത്തെ തന്നെ മരിച്ചുപോയതാണ്. 2 കുട്ടികളുണ്ട് ഇവർക്ക്. ഇവർ 2 വർഷത്തോളമായിട്ട് ഒരു സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ്. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ്. 2 വർഷം മുമ്പ് ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ ഒത്തിരി പൈസ ചിലവായി. നാട്ടുകാരുടെ സഹായവും അതോട് തന്നെ ബാങ്കിൽ നിന്ന് എടുത്ത ലോണുകളും, ഈ ലോണുകളൊന്നും ഒന്നും അടക്കാൻ പറ്റാത്ത സ്ഥിതിയും, ഈ ചേച്ചി ഇപ്പോൾ എഴുന്നേക്കാനോ ഒന്നും പറ്റാതെ കട്ടിലിൽ തന്നെ 2 വർഷത്തോളമായിട്ട് കിടക്കുകയാണ്. ഈ അവരെ പരിചരിക്കാൻ ആകെയുള്ള ഒരു ഇളയ മോനാണ് അവരെ പരിചരിക്കുന്നത്. ഈ വീടിൻ്റെ സ്ഥിതി വളരെ മോശമാണ്. ചെറിയൊരു വീട്ടിൽ 3 സെൻറ്റോളമുള്ള ഒരു സ്ഥലത്തുള്ള ഒരു വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. അൽഫോൻസൻ ചേച്ചിയുടെ കുടുംബം സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അവരുടെ ദിനചര്യകൾക്കും പറ്റാൻ പൈസ ഇല്ലാത്ത അവസ്ഥയിൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. 56 വയസ്സ് പ്രായമായ ഫിലോ കുഞ്ഞച്ചൻ ശരീരം ആകെ തളർന്ന് കിടപ്പിലായിട്ട് 2 വർഷങ്ങൾ കഴിഞ്ഞു. ഫിലോ 2 ആൺമക്കളുടെ അമ്മയാണ്. എൻ്റെ പേര് ഫിലോ. എനിക്ക് 2 മക്കളാണുള്ളത്. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 20 കൊല്ലമായി. ഞാൻ ചെറിയ ജോലിക്ക് പോയാണ് കുടുംബം നോക്കണത്. പിന്നെ കഴിഞ്ഞ 2022 ജൂണിൽ പാലാരിവട്ടത്ത് ഒരു ബേക്കറിയിൽ ജോലിക്ക് പോണായിരുന്നു. അവിടെ വെച്ചാണ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ശരീരം മുഴുവനും വേദന, നടക്കാൻ വയ്യാണ്ട് എനിക്കായി. അങ്ങനെ 2018 വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഷുഗറും ശരീരം മുഴുവനും ഈ അണുക്കൾ കയറി. അങ്ങനെ ആലുവ നജാത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുത്തെ ചികിത്സയാണ്. പിന്നെ ഇപ്പോൾ ഷുഗറിന് മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ 2022 ജൂണിൽ ഞാൻ ഇതുപോലെ ശരീരം വേദന വന്നത്. അങ്ങനെ ഡോക്ടർ പിന്നെയും പോയി കണ്ടു കഴിഞ്ഞപ്പോൾ 10 ദിവസത്തെ ഗുളിക തന്നു. അത് 2 ദിവസം കഴിച്ചപ്പോഴത്തേക്കും ശരീരം വേദന എല്ലാം മാറി. പിന്നെ മരവിപ്പ് തുടങ്ങി. പിന്നെ കാല് മുതൽ ഓരോ വിരലുകൾ, ഓരോ വശങ്ങളൊക്കെ മരവിക്കാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും ആ ഹോസ്പിറ്റലിൽ പോയി. അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. അപ്പം ലക്ഷൂറിലെ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ തിങ്കളാഴ്ചയും വന്നതാണ് അവിടെ. അപ്പോൾ ആ ഡോക്ടർ പോയി ഒന്ന് കണ്ടോളാൻ പറഞ്ഞ്. ഞാൻ കാണുന്ന ഡോക്ടർ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് MRI സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ MRI സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പറയണത് എത്രയും പെട്ടെന്ന് ഈ ഓപ്പറേഷൻ വേണമെന്ന്. ഈ കഴുത്തിൻ്റെ പിൻഭാഗത്ത് ഞരമ്പുകളെല്ലാം ദ്രവിച്ച് എന്നിട്ട് 2-3 മുഴകളുണ്ടായിരുന്നു. അത് എത്രയും വേഗം നീക്കം ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അത്
6 മാസം കൊണ്ട് റെഡിയാവുമെന്നും പറഞ്ഞ് ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ എത്രയും വേഗം ചെയ്യണം, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പൈസയുടെ ബുദ്ധിമുട്ട്. അങ്ങനെ എനിക്ക് 3 സെൻറ്റ് സ്ഥലമാണ് ഉള്ളത്, പഞ്ചായത്തിൽ നിന്ന് പണിത് കിട്ടിയ ഒരു വീടും. അപ്പോൾ അത് ആധാരം കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് 3 ലക്ഷത്തിന് പണയം വെച്ച് ആണ് ഓപ്പറേഷൻ നടത്തിയത്. ഭർത്താവ് കുഞ്ഞച്ചൻ മരണപ്പെട്ടതിനു ശേഷം ജോലിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബം പോറ്റി കുട്ടികളെ പഠിപ്പിച്ചും ജീവിതം മുന്നോട്ടു പോകുന്നതിനിടയിലാണ് നട്ടെല്ലിൽ മുഴ വന്നതിനെ തുടർന്ന് ചികിത്സ തേടിയത്. തുടർ ചികിത്സയിൽ നട്ടെല്ലിന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ശരീരം തളർന്ന് കിടപ്പിലായി. ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടർ പറഞ്ഞ് എല്ലായിടത്തും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാണ്ട് സമയം കളയരുത്, ഇത് ചെയ്തില്ലെങ്കിൽ ഓരോ വശം മരവിച്ച് തലയും കൂടി മരവിക്കും, അപ്പം പിന്നെ ഒരു ശ്വാസം മാത്രമേ ഉണ്ടാവുള്ളൂ, അങ്ങനെ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ഒരുപാട് പറഞ്ഞു നോക്കി. മരുന്ന് കൊണ്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഡോക്ടർ അത് പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഓപ്പറേഷത്തിന് ഒരുങ്ങി അവിടെ ഹോസ്പിറ്റലിൽ പോയി. അവിടുത്തെ ഡോക്ടറാണല്ലോ പറഞ്ഞത്, വേറെ എവിടെയും പോകണ്ടെന്നും പറഞ്ഞല്ല. അതിൻ്റെ പേരിൽ അവിടെ പോയി സർജറി ചെയ്യണമെന്ന്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സർജറി കഴിഞ്ഞ പിന്നെ എൻ്റെ കഴുത്തിന് കീഴ്പോട്ട് കാലിൻ്റെ വിരൽ വരെ മരവിച്ച് കിടക്കണേണ്, ഒന്നും അനങ്ങാണ്ട്. ഞാനൊരു തടി മാത്രം, കഴുത്തിന് മാത്രം വർത്താനം പറയാൻ പറ്റാം, കഴുത്തിന് കോളറൊക്കെ ഇട്ടിട്ട്. അങ്ങനെ സർജറി കഴിഞ്ഞ് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 4 ദിവസം കഴിഞ്ഞ പിന്നെ ഡിസ്ചാർജ് കഴിഞ്ഞ് വീട്ടിൽ ആംബുലൻസിനാണ് കൊണ്ടുവന്നത്. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം 5-ാം ദിവസം എനിക്ക് ഒട്ടും വയ്യായിരുന്നു, ചുമക്കാൻ വരുന്നുണ്ട്, കഫക്കെട്ട് വന്നു. അങ്ങനെ വീണ്ടും ആംബുലൻസ് വിളിച്ച് ആ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി. അപ്പോഴാണ് ഈ കോവിഡ് പോസിറ്റീവാണെന്ന് പറയണത്. അങ്ങനെ പിന്നെ അവിടെ ഡോക്ടർ പറഞ്ഞിങ്ങനെ ഒരു 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിച്ചോ. ഇവിടെ ഈ കോവിഡിൻ്റെ ഈ ഒരു പാക്കേജിന് 1,20,000 രൂപയാണെന്ന് പറഞ്ഞ്. അപ്പോൾ ആരാണുള്ളത്? ഇളയ മോൻ ഇവിടെ വീട്ടിലാണ്, മൂത്ത മോനാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ആരും വേറെ ഉണ്ടായിരുന്നില്ല കൊച്ചിൻ്റെ കൂടെ ഒന്ന് നിൽക്കാനായിട്ട്. അങ്ങനെ അവിടെ തന്നെ ലക്ഷറി തന്നെ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ അഡ്മിറ്റാക്കി, കാണിക്കൂലല്ലോ. അങ്ങനെ എല്ലാം നെഗറ്റീവ് ആയപ്പോഴത്തേക്കും എന്നെ ഡിസ്ചാർജ് ചെയ്തപ്പോൾ ബില്ലടക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കൊച്ചും ഫോണിലൊക്കെ ഇട്ട് അങ്ങനെ കുറേ നമ്മുടെ നാട്ടുകാരെയൊക്കെ സഹായിച്ച് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്ന്. ഡോക്ടർ പറഞ്ഞത് ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞ്. ഫിസിയോതെറാപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറത്തേക്ക് 600 രൂപയാണ്. അപ്പം കുറച്ച് ദിവസം ചെയ്ത് ആഴ്ചയിൽ 3 ദിവസം വെച്ചിട്ട്. പക്ഷേ 6 മാസം കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പം 2 കൊല്ലാകാൻ പോണു. എനിക്കൊന്നും നടക്കാനാ തന്നെ എണീക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇപ്പൊ അന്ന് സർജറി ചെയ്തതിനേക്കാളും കൂടുതൽ പൈസയാണ് ഓരോ മാസവും ഡോക്ടറെ കണ്ടിട്ട് മരുന്നിൻ്റെ വില. ഫിസിയോതെറാപ്പി ചെയ്യണമെന്നായിരുന്നത്, ഫിസിയോതെറാപ്പി ചെയ്യാതിരുന്നു കൊണ്ടിട്ടാണ് ഇങ്ങനെ നടക്കാത്തതെന്ന്. എന്നാലും 2 കൊല്ലമായില്ലേ, ഒന്ന് തനിച്ചെണീക്കാനൊന്നും എനിക്കിതുവരെ സാധിച്ചിട്ടില്ല. പിന്നെ യൂണിറ്റിൽ നിന്ന് ഓരോരുത്തരും എൻ്റെ അവസ്ഥ അറിഞ്ഞിട്ട്, എനിക്ക് എല്ലാവരും അറിയാവുന്നതാണ്, ഞാൻ യൂണിറ്റിൻ്റെ ഒക്കെ പോവും, പള്ളിയിലൊക്കെ പോകണോണ്ടിട്ട് എല്ലാവരും എന്നെ
ഇങ്ങനെ മനസ്സറിഞ്ഞ് സഹായിച്ച് അങ്ങനെയാണ് ഇപ്പോഴും മരുന്ന് മേടിക്കണത്. ഓരോരുത്തർ എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ ആ പൈസ കൊണ്ടാണ് അത്. ഒരു കടയിൽ ആരും തരില്ല, ഈ മെഡിക്കൽ ഷോപ്പുകാർ കടം. ഇതൊരു കടയിൽ പറഞ്ഞപ്പോൾ മരുന്ന് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് മാസത്തിൽ ഉള്ള പോലെ തന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇപ്പം മരുന്ന് മേടിക്കണത്. പിന്നെ ഇപ്പം വീട്ടിലെ ചിലവെന്ന് പറഞ്ഞാൽ ഒരുപാട് വെച്ച് കഴിക്കാനൊന്നും ഇവർക്കറിയില്ലല്ലോ, എന്നാലും വെക്കും. പിന്നെ ചേച്ചിമാരുടെ വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കൊണ്ടുവരും. പിന്നെ അങ്ങനെയൊക്കെ ആണ്. പിന്നെ എന്നെ നോക്കാനായിട്ടാണ് ആരും ഇല്ലാത്തത്. എൻ്റെ ഇളയ മോനാണ് ഇപ്പം എന്നെ നോക്കണത്. എൻ്റെ എല്ലാ കാര്യവും ഭക്ഷണം കോരി തന്നെ എന്നെ കുളിപ്പിക്കല്, എല്ലാ കാര്യവും ഡൈപ്പർ മാറ്റണതെല്ലാം എൻ്റെ മോനാണ്. പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ ഇളയ മകനാണ് അമ്മയെ ശുശ്രൂഷിച്ച് കൂടെ നിൽക്കുന്നത്. 24 മണിക്കൂറും അമ്മയുടെ അടുത്ത് സഹായത്തിനായി ഒരാൾ വേണം. ഇളയ മകന്റെ സ്നേഹപരിചരണത്തിലൂടെ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് ഈ അമ്മ. എൻ്റെ പേര് സഫിൻ. ഫിലോ എൻ്റെ അമ്മയാണ്. ഞങ്ങൾ രണ്ട് മക്കളാണുള്ളത്. മൂത്ത ഒരു ചേട്ടനാണുള്ളത് എനിക്ക്. എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് 21-22 വർഷം ആവാറായി. അമ്മയാണ് ഞങ്ങൾ രണ്ടുപേരും നോക്കിക്കൊണ്ടിരുന്നത്. അമ്മക്ക് വീട്ടു ജോലിയും അല്ലറ ബേക്കറിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ പോയാണ് ഞങ്ങൾ രണ്ടുപേരും നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അമ്മ 2 വർഷമായിട്ട് കിടപ്പിലാണ്. സ്പൈനൽ കോഡിൽ 3 മുഴകൾ ഉണ്ടായിരുന്നത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അമ്മ തളർന്നു പോയത്. ഫിസിയോതെറാപ്പി ചെയ്ത് കഴിയുമ്പോൾ റെഡിയാവുമെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യമൊക്കെ ഫിസിയോതെറാപ്പി ചെയ്യുമായിരുന്നു. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പിന്നെ അത് ഉണ്ടായിരുന്നില്ല. ഫിസിയോതെറാപ്പി മുടങ്ങിയത് മൂലം ഇപ്പം അമ്മ എണീക്കണില്ല. 2 വർഷത്തിൽ കൂടുതലായി. അമ്മയുടെ ഇപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുഡൊക്കെ വാരി കൊടുക്കണം, പിന്നെ വീട്ടിലത്തെ കാര്യവും എല്ലാം ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ സ്ഥിരമായിട്ട് ഒരാൾ വേണം അമ്മയുടെ ഒപ്പം. ചേട്ടൻ ചെറിയ ചെറിയ വർക്കിനൊക്കെ പോവും. എനിക്ക് എവിടെയും പോകാൻ പറ്റുന്നില്ല. ചികിത്സയ്ക്കായി ഒരുപാട് പണം ചിലവാക്കേണ്ടി വന്ന സാഹചര്യത്തിൽ വീടിന്റെ ആധാരം പണയപ്പെടുത്തി ചികിത്സ നടത്തി. അയൽക്കാരും നാട്ടുകാരും സഹായിച്ചതുകൊണ്ട് ഇതുവരെ കാര്യങ്ങളെല്ലാം നടന്നു. ബാങ്കിലെ ബാധ്യത, ദാരിദ്ര്യം, തളർന്നുപോയ ശരീരം, എല്ലാം കൊണ്ടും ദുരിതം അനുഭവിക്കുന്ന കുടുംബമാണ് ഫിലോ കുഞ്ഞച്ചൻ്റേത്. വീടിൻ്റെ ആധാരം പണയപ്പെടുത്തിയാണ് അമ്മയുടെ സർജറിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പൈസ റെഡിയാക്കിയത്. പിന്നെ ഇപ്പോൾ അത് കുടിശ്ശികയായിട്ട് പെൻഡിങ്ങാണ്, അടക്കാറില്ല. ചേട്ടൻ പണിക്ക് പോണതിൻ്റെ ഇത് മരുന്നിന് പോലും തികയണില്ല. മരുന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കടമാണ് തരണത്. മാസം അവിടെ എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ചേട്ടൻ വർക്കിന് പോയിട്ട് കിട്ടുന്ന പൈസയും കൊണ്ട് കൊടുക്കുന്നതാണ് പതിവ്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. ചേട്ടൻ്റെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് കഴിഞ്ഞു പോണത്. മരുന്നും കാര്യങ്ങളും കടമായിട്ട് വാങ്ങിക്കണത്. അമ്മയുടെ ഈ അവസ്ഥയിൽ അമ്മേനെ സഹായിക്കാനായിട്ട് മക്കളായിട്ട് ആരുമില്ല. അമ്മയുടെ ദൈനംദിന കാര്യങ്ങൾ ഞാൻ തന്നെയാണ് ചെയ്യണത്. ഞങ്ങൾ രണ്ടുപേരാണ്, ഞാനും എൻ്റെ ചേട്ടനും കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം അമ്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് മാറ്റി വെച്ചേക്കുന്നത്. അമ്മ എണീറ്റ് നടക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരും എൻ്റെ അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ എന്നും ഓർക്കണം. നിങ്ങളാൽ കഴിയുന്ന സഹായം ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുന്നു. മൂത്ത മകന്റെ ചെറിയൊരു വരുമാനം കൊണ്ട്
വളരെ ബുദ്ധിമുട്ടിലാണ് ഇവർ ഓരോ ദിവസവും കഴിഞ്ഞുകൂടുന്നത്. തികച്ചും ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ദിവസങ്ങൾ തള്ളി നീക്കുന്ന ഈ കുടുംബത്തിനായി നമുക്ക് ഒന്നുചേരാം. സാമ്പത്തികമായി ഇവരെ സഹായിക്കാം. ഇവർക്കായി മനമൊരുക്കി പ്രാർത്ഥിക്കാം. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ കൃഷ്ണൻകുട്ടി എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് കൃഷ്ണൻകുട്ടിയുടെ മകൻ അനൂപ് ആണ്. കൃഷ്ണൻകുട്ടി എന്ന സഹോദരൻ 65 വയസ്സുണ്ട്. പൊൻകുന്നത്താണ് വീട്. അദ്ദേഹം 5 വർഷമായിട്ട് കിഡ്നി രോഗത്തിന് ചികിത്സയിലാണ്. പൊൻകുന്നത്തുള്ള അരവിന്ദ ഹോസ്പിറ്റലിൽ ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസിന് അദ്ദേഹം വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു വാർക്കപ്പണി ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ 2 മക്കളാണ് ഉണ്ടായിരുന്നത്. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. പെൺകുട്ടി വിവാഹം കഴിച്ചു പോയി. പിന്നെ ഉള്ള മകനാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. അവൻ ഓട്ടോ ഓടിച്ച് ജീവിക്കുകയാണ്. ഈ അവസരത്തിലാണ് ഗുഡ്നസ് TVക്ക് കൃഷ്ണൻകുട്ടി എന്ന സഹോദരനെ പരിചയപ്പെടുന്നതിനായിട്ട് ഇടയായത്. അവരുടെ ആ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി ഗുഡ്നസ് TVയിലൂടെ അത് അറിയിച്ചപ്പോൾ ഗുഡ്നസ് TVയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ നിർലോഭമായിട്ട് സഹകരിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ 1,10,10,000 രൂപ കൊടുക്കുന്നതിനായിട്ട് സാധിച്ചത്. ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേര്, ഗുഡ്നസ് TVയുടെ എല്ലാ നല്ല പ്രേക്ഷകരുടെയും പേരിൽ നിങ്ങളെല്ലാവരെയും അനുസ്മരിച്ചുകൊണ്ട് ഈ തുക ഇപ്പോൾ കൃഷ്ണൻകുട്ടി സഹോദരൻ്റെ മകൻ അനൂപിന് ഞാൻ കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, അനേകരുടെ ചെറിയ ചെറിയ തുകകൾ സമാഹരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയൊരു തുക കൈമാറുന്നതിനായിട്ട് ഇപ്പോൾ സാധിച്ചത്. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പാത്രം പച്ചവെള്ളം ശിഷ്യൻ എന്ന നിലയിൽ കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന്. നിങ്ങൾക്കെല്ലാവർക്കും ദൈവം പ്രതിഫലം തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. നിങ്ങൾ വലിയ ത്യാഗങ്ങൾ സഹിച്ചാണ് ഈ ഒരു തുക നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച് കൊടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് സാധിച്ചത്. നിങ്ങളുടെ പല ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതിന് തയ്യാറായി. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചപ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗം നിങ്ങളുടെ സഹോദരന് കൈമാറാനായിട്ട്, അല്ലെങ്കിൽ അവനെ രക്ഷിക്കുന്നതിന് വേണ്ടി കൈമാറുന്നതിനായിട്ട് നിങ്ങൾ തയ്യാറായി. നിങ്ങളുടെ ആ വലിയ മഹാമനസ്കതയ്ക്ക്, വലിയ സ്നേഹത്തിന് ദൈവം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതിഫലം തരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ഗുഡ്നസ് TVയുടെ പേരിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. ഇനിയും മറ്റുള്ളവരുടെ ആവശ്യങ്ങളുമായിട്ട് ഗുഡ്നസ് TV നിങ്ങളെ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഗുഡ്നസ് TVയോടൊപ്പം ഉണ്ടാകും എന്ന ഉറപ്പ് എനിക്ക് തീർച്ചയായിട്ടുമുണ്ട്. നിങ്ങളെല്ലാവരെയും നന്ദിയോടെ അനുസ്മരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയുസ് നൽകി, ആരോഗ്യം നൽകി, ജീവിതത്തിൽ വിജയം നൽകി, സന്തോഷവും സമാധാനവും നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ കാത്ത് പാലിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി നമുക്ക് കൃഷ്ണൻകുട്ടിയെ ഓർക്കാം. അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സാമ്പത്തികമായ സഹായം പോലെ തന്നെ പ്രാർത്ഥനാ സഹായവും അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാം. പ്രാർത്ഥനയിലൂടെ ദൈവം
അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടുന്നതിനും രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതിനും ഇടയാകണമേ എന്ന് നമുക്ക് തുടർന്നും ആ സഹോദരനെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്നസ് ടി വിയുടെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. എൻ്റെ പേര് അനൂപ്. കൃഷ്ണൻകുട്ടി എൻ്റെ അച്ഛനാണ്. സമരിയൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങളെ സഹായിച്ച എല്ലാ നല്ലവരായ ആൾക്കാർക്കും എൻ്റെ കുടുംബത്തിൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു.